മോക്ക് കാണാവാ മിററിൽ കൂടെ? ഉറപ്പാണോ ഈ വണ്ടിയുടെ? പിന്നെ ആന്ന് പറഞ്ഞത് ഇതിന്റെ ബാക്കിൽ കാണുന്ന അത്രയും കയറുന്നില്ല, ഇച്ചിരി കയറി നിന്നോ. നിനക്കത് കൺഫേം ചെയ്ത് കണ്ടോട്ടെ. ഇപ്പളാ ഓക്കെ ആണ്? നിക്കട്ടെ, ഇന്ന് റിവേഴ്സ് ചെയ്ത് ഓക്കെ. പതിയെ പുറയിലേക്ക് ചെല്ലണം. പുറയിലേക്ക് ചെല്ലുന്നോറും വണ്ടിക്ക് അങ്ങോട്ടൊരു ടേണിങ് ഉണ്ടാവണം. ഇതേല് തട്ടില്ല നിനക്ക് എവിടെ വെച്ച് തോന്നുന്നു അപ്പളേ തിരിക്കാവുള്ളൂ വണ്ടി. ഓക്കെ, അതുവരെ ഇങ്ങനെ കൊണ്ടുപോകണം. ആ അതെ, പയ്യപ്പാ. അത് മറിഞ്ഞില്ലേ? അപ്പൊ തിരിച്ചു, ഫുള്ള് തിരിക്കടാ. തിരിഞ്ഞാ ഇതിപ്പോ നിന്റെ വണ്ടി ആ സൈഡിലേക്ക് പോവാൻ തുടങ്ങി. ഓക്കെ, നിനക്ക് എപ്പോ ആ വഴിയിലേക്ക് ഇങ്ങനെ ഒരു ചരിവ് കിട്ടുന്ന അവിടെ വണ്ടി നിർത്തണം. പ്രോപ്പർ ആയിട്ട് ഒരു 45 ഡിഗ്രി ചരിവ് കിട്ടും. കിട്ടിയാ? നിക്കട്ടെ. ഇനി എന്ത് ചെയ്യണം? നീല നേരെയാക്കണം. കാരണം ഇനി വണ്ടി ചരിയാൻ പാടില്ല. നേരെയാക്കും. എന്താ പൊന്നെ, അങ്ങനെ. ഓക്കെ, ഇനി പുറകിലേക്ക് ചെല്ലുന്നോറും ഈ വണ്ടിയെ ലെവൽ ചെയ്തോണ്ടിരിക്കും. ബാക്കിന് നിർത്തി തിരിക്കരുത്. നിർത്തി തിരിച്ച് ആ വണ്ടിക്ക് ഇടിക്കും. പുറകിലേക്ക് ചെല്ലുന്നോറും ഇങ്ങോട്ടും മാറി കൊണ്ടുവന്നോണ്ടിരിക്കും കുറേശ്ശെ. ഇനി ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ വണ്ടിയുടെ. ഈ മിറർ ഈ വണ്ടിയെ കടക്കുന്നത് വരെ തിരിക്കരുത് വണ്ടി. കടന്നോ? നേരെയല്ല, നേരെയാക്കി ഇരിക്കും. തിരിഞ്ഞായിരിക്കുന്ന വണ്ടി എടുക്കല്ലടാ. അങ്ങനെ ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി നിനക്ക് ഇങ്ങോട്ട് പോവുകയും ചെയ്യണം. ഈ വണ്ടിക്ക് ഇടിക്കണം തോന്നുന്നുണ്ടാ? തോന്നില്ലേ? എന്ത് പറ, സത്യം എന്തായിട്ട് പറ. തോന്നുന്നില്ല? നന്നായി ഇടിക്കും. കാരണം എന്താ, നമ്മൾ അത്ര അടുത്താ വന്നേക്കുന്ന ആ വണ്ടി എടുക്കാൻ. ഇവിടെ അല്ലല്ലോ നമ്മുടെ വണ്ടിയുടെ മുൻവശം. നമുക്കിനി ഇങ്ങോട്ട് കേറണ്ടേ? അപ്പൊ നമ്മുടെ വണ്ടിയുടെ മുൻവശം ഇങ്ങോട്ട് വരും ഉറപ്പല്ലേ? അപ്പൊ ഇടിക്കില്ല അതായിട്ട്. അപ്പൊ ഈ വണ്ടിയുടെ ബാക്ക് കണ്ടാ നിനക്ക് ഇവിടെ കൂടെ കാണാൻ പറ്റണം. ഇവിടെ കൂടെ അല്ലല്ലേ ഇപ്പൊ കാണുന്നത്, ഇങ്ങനെയല്ലേ കാണുന്നത്. ഇത്തിരി പുറകോട്ട് പോകും. വണ്ടി ചരിയാതെ ഇങ്ങനെ പുറകോട്ട് കൊണ്ടുവരണം. എപ്പൊ നിനക്ക് ഇതിലേ കൂടെ കാണാൻ പറ്റുമോ ഇതിന്റെ എൻഡ്, അപ്പളേ തിരിക്കാവുള്ളൂ. ഈ എൻഡ് അപ്പം നിർത്തും. ഇനി തിരിഞ്ഞു കയറിക്കോ അതോട്ട്. തിരിച്ചു, ഫുള്ള് തിരിച്ചു. ഇനി ഈ വണ്ടി ഈ സൈഡിൽ എപ്പം ലെവലാകുന്നു അതുവരെ ഈ വണ്ടിയെ വിട്ടു കൊടുക്കരുത് ഇനി. അതായത് ഇത് അഴിച്ചു കൊടുക്കരുത്. എനിക്കറിഞ്ഞൂടാ, എങ്ങനെ അറിയാം? ഉറപ്പാണോ? എങ്ങനെ അറിയാം? അങ്ങനെ മാത്രമല്ല, ഇങ്ങനെയും കൂടെ നോക്കും. വിടരുത്. ആയാ? ഉറപ്പാണ്? ഇങ്ങനെ നോക്കിയാ എൻ്റെ മോള്. ഈ വണ്ടി നേരെ കാട്ടിലേക്കാണ് കിടക്കുന്നത്, അതോ നിനക്കൊരു വഴി കാണാൻ പറ്റുന്നുണ്ടോ ഈ സൈഡിൽ കൂടെ? അപ്പം നേരെയാണോ? അല്ല, അപ്പം ഇച്ചിരി കൂടെ പുറകോട്ട് പോവാ. ഒരു പൊട്ടിക്ക് കൂടെ പോവാ. ഒരു സ്വല്പം കൂടെ വാ. ഒരു പൊടിക്കും കൂടെ വാ. ഇനി ബ്രേക്ക്. ഇപ്പോഴല്ലേ വണ്ടി നേരെയായത്? തിരിച്ചോ? നിർത്തിക്കൊണ്ട് തിരിക്കരുത്. അതെ, പോകും തോറും തിരിച്ചാൽ മതി. നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്. തിരിച്ച് തീർത്തോണ്ടിരിക്കും. വണ്ടിക്ക് അങ്ങോട്ടൊരു 45 ഇങ്ങനെ ഒരു ചരിവ് കിട്ടിയാൽ അവിടെ നിർത്തിയിട്ട് വീല് നേരെയാക്കണം. കിട്ടിയാ? പക്കാ ചരിവ് കിട്ടിയാ? ഇനി വീല് നേരെയാക്ക്. നിർത്തി നേരെയാക്കിക്കും മതി. ഇനി പുറയിലേക്ക് ചെല്ലുന്നോറും വണ്ടിയെ ലെവൽ ചെയ്തിട്ട് കൊടുക്കണം. അവിടെ നിർത്തി തിരിക്കരുത്. പുറയിലേക്ക് ചെല്ലും തോറും കുറേശ്ശെ തിരിച്ചെടുക്കും. തിരിക്കടാ. എപ്പാ വണ്ടി ഫ്രണ്ടിൽ വന്നോ എളുപ്പം തിരിച്ചു തീർത്തോ. ഓക്കെ, ഇനി ബ്രേക്ക് ചെയ്യും. ഇനി നോക്ക്. ഇനി ഇവിടെ വണ്ടി ലെവൽ ആവുന്നത് വരെ ഇത് അഴിക്കാൻ പാടില്ല. അപ്പൊ പയ്യെ വാ. പതിങ്ങനെ വാ. അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഒരു കാഴ്ച കിട്ടിയോ അത് ലെവലായി. അവൻ വീൽ നേരാക്കി. ഓക്കെ, പിടി കിട്ടിയത് എങ്ങനെയാന്ന് ഉറപ്പാണ്? ഇനി വണ്ടി എങ്ങോട്ടെങ്കിലും നിനക്ക് അറേഞ്ച് ചെയ്ത് തരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ഇത് നോക്കിയാൽ ഇവിടെ ഇച്ചിരി കൂടുതൽ സ്ഥലമുണ്ട്, ശരിയല്ലേ? അതെടുക്കണമെങ്കിൽ എന്റെ മോൾ എന്ത് ചെയ്യും? അപ്പൊ തിരിക്കും. എങ്ങോട്ട് തിരിക്കണം? എങ്ങോട്ടാ എന്റെ കുഞ്ഞിന് സ്ഥലം എടുക്കേണ്ടത്? നോക്ക് എവിടെയാ വീതി കൂടുതലുള്ളത് നോക്ക്. ഇവിടെ കുറച്ചുകൂടെ സ്ഥലം കിടപ്പില്ലേ? അതല്ലേ എടുക്കേണ്ടത്. അപ്പൊ എങ്ങോട്ട് തിരിക്കണം? തിരിക്കും. ഫുള്ള് തിരിച്ചിട്ട് ആ സ്ഥലം ഫുള്ള് എടുക്കും ബാക്ക് വെച്ച്.
കിട്ടിയാ? നമുക്ക് ബ്രേക്ക് ചെയ്യും. ഇനി എന്ത് ചെയ്യണം? ആ ചെയ്തു. ഫുള്ള് തിരിക്കും. എളുപ്പം തിരിക്കടാ. വണ്ടി ലെവലാകുന്നിടത്ത് പിന്നെ നിർത്തണം. ആയാ ബ്രേക്ക്? ഇനി എന്ത് ചെയ്യണം? നേരെയാക്കി വെച്ചു. ഓക്കെ. ഇപ്പൊ ഇങ്ങോട്ട് ഓടാൻ സ്ഥലമുള്ളതുകൊണ്ട് നമ്മൾ രണ്ടും പുറകിലേക്ക് തന്നെ ചെയ്തത്. പുറകിലേക്ക് ഇത്തിരി ഓടാൻ സ്ഥലമില്ലായിരുന്നു എന്ത് ചെയ്തേനെ? ഒന്ന് പുറകോട്ട് എടുത്തിട്ട് പിന്നെ ഓപ്പോസിറ്റ് തിരിച്ച് മുന്നോട്ടെടുത്ത് ഫില്ല് ചെയ്യണം അവിടെ. ഓക്കെ ആണ്? ചുമ്മാ പറയുന്നതാണ്. പോവാ നമുക്ക് പോവാ. ഇനി അടുത്ത സ്ഥലം പോയി നോക്കാം. ഗിയർട്ടോ നമ്മുടെ ബാക്ക് കടന്ന ആ സ്ഥലം ഇച്ചിരി കൂടെ വേണേ കടത്തി നിർത്തിക്കും. ഇതാണ് 90 ഡിഗ്രി. ഇനി തിരിഞ്ഞു കയറും. ഇനി റിവേഴ്സ് ഇട്ടിട്ട് നിനക്ക് ഈ സ്ഥലം കിട്ടണം. ഇവിടെ മിസ് ചെയ്യാൻ പറ്റില്ല. തിരിച്ച് തീർക്കണമെന്നല്ല ഞാൻ പറഞ്ഞ, അവിടെ നോക്കിയിട്ട് ഈ സ്ഥലം മിസ് ചെയ്യരുത്. പുറകോട്ട് ചെല്ലും തോറും മാക്സിമം ഇവിടെ അടുത്ത് കയറണം. ആ ബൈക്കേൽ ഇടിക്കാതെ കറക്റ്റായിട്ട് ആ ഗ്യാപ്പിൽ കയറണം വണ്ടി. മിററിൽ കൂടെ നോക്കി കണ്ടുപിടിക്കും. ഓക്കെ ആണോ? അവിടെ ഇടിക്കില്ല നിനക്ക് കൺഫേം ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ മിറർ നോക്ക്. ഓക്കെ. ഈ രണ്ട് ഗ്യാപ്പിൽ എപ്പോൾ സ്ട്രെയിറ്റ് ആവുന്ന അവിടെ നിർത്തിയിട്ട് വീട് നേരെയാക്കണം. അപ്പോൾ വീട് നേരെയാക്കണം. അങ്ങനെ. ഇനി ഇതേ ഇവിടെ പീച്ചേക്കോ പുറകെ വരെ പോട്ടെ. എന്ത് വരുന്ന ഇടയ്ക്ക് ബ്രേക്ക്. ഓക്കെ. നോട്ടില്ലാക്ക്. ഇത് ഉറപ്പാണ്? ഇത് മറന്നു പോവാ എൻ്റെ കുഞ്ഞ്. ഉറപ്പല്ലേ? എവിടുന്ന് റിവേഴ്സ് എടുക്കേണ്ടി വന്നാലും ഇതുപോലെ ആ സൈഡിലായിരിക്കണം വണ്ടി. ഒന്നാമത്തെ കാര്യം. രണ്ട്, നീ എവിടുന്നാണോ വന്ന് കയറാൻ പോകുന്ന ആ സൈഡ് ചേർത്തോണ്ട് വണ്ടിയും കൊണ്ട് വരണം. ഓക്കെ ആണ്? ചെയ്യുമല്ലോ? ഉറപ്പല്ലേ? പോവാ. എന്നാ പോട്ടെ. ഇങ്ങനെ ലെഫ്റ്റ് എടുത്ത് ഞാൻ റൈറ്റ് എടുത്ത് പോകണം. ഈ ലെഫ്റ്റ് എന്നിട്ട് റൈറ്റ്. വൺവേയാണ്. പിന്നെ പപ്പാടെ വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. നേരെ ആക്കിയോ? അതെ. ഇൻഡിക്കേറ്ററും കൂടെ ഇടണം. ഇല്ല, സ്ഥലം കുറവല്ലേ. അപ്പൊ വണ്ടി മൊത്തം നീ തിരിക്കും. ആ തിരിച്ചിട്ട് പോകാവുന്ന അത്ര മാത്രം മുന്നിലേക്ക് പോകും. ബ്രേക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരുന്നോ? ഇനി പോകാൻ പറ്റുവാ? അതും കൂടെ കൊണ്ടുപോകും. ഇനി പോവാ? അപ്പൊ അവിടെ നിർത്ത്. ഇനി പോകത്തില്ല? ഉറപ്പാണ്? ഓക്കെ. റിവേഴ്സിൽ ഫുൾ ടേൺ ഇപ്പുറത്തോട്ടും കൊടുക്ക്. ഫുള്ള് കൊടുക്ക്. ഫുള്ള് തിരിഞ്ഞില്ല മോളെ. രണ്ട് കൈ എടുത്ത് പടപടാൻ തിരിച്ച് തീർക്കടാ. ഓക്കെ. മിറർ നോക്കി ബാക്കിലേക്ക് എടുക്കാന്ന് അത്ര എടുക്ക്. എവിടെയെങ്കിലും ഇട്ട് യൂ ടേൺ എടുക്കണമെന്ന് തോന്നിയാ ലെഫ്റ്റിൽ എന്തുമാത്രം സ്ഥലമുണ്ടോ അത് മുഴുവൻ എടുത്തിട്ട് വേണം വണ്ടിയെ തിരിക്കാൻ. അത് നീ ചെയ്യാഞ്ഞോണ്ടാ നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നത്. പിടി കിട്ടിയാ? ഈ സ്ഥലം കണ്ടോണ്ടല്ലേ ഞാൻ വന്നത് ഇവിടെ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഇവിടെ ഇട്ട് തിരിക്കാൻ. നീ ആ സ്ഥലം എടുത്തില്ല. അതെന്റെ കുഴപ്പമല്ല. മതി നിക്കട്ടാ. വീണ്ടും റൈറ്റ് എടുക്കും. ഇട്ടോ. എന്നിട്ട് റൈറ്റ് എടുക്കണം. ഇട്ട ഗിയർ വേറെയാണ്. ഫുള്ള് തിരിക്കണം. കാരണം നിനക്ക് സ്ഥലമില്ല. മുന്നിലേക്ക് ഓടി കളയാൻ സ്ഥലമില്ല ഇവിടെ. കുറച്ച് സ്ഥലമുള്ളപ്പോ ഫുള്ള് ഓടിച്ചിട്ട് അത്രേ ഉള്ളൂ. അപ്പൊ നിനക്ക് എളുപ്പം തിരിച്ച് ഉള്ള സ്ഥലം ഉപയോഗിക്കാൻ പറ്റും കറക്റ്റ് ആയിട്ട്. ഇനി എവിടെ നോക്കിയിരിക്കണം? നീ വരുന്നതനുസരിച്ച് നിവൃത്തി കൊണ്ടുപോവാ. കൊണ്ടുപോവാ. വട്ടം കറക്കരുത് പമ്പരം പോലെ. ഓക്കെയാണ് അത്? ചെയ്യാൻ പറ്റില്ലേ? എവിടെയെങ്കിലും യൂ ടേൺ എടുക്കേണ്ടി വന്നാൽ ഇത് കണ്ട ഇങ്ങനൊരു സ്ഥലം നോക്കണം. ഇടതുവശത്തോ വലതുവശത്തോ വീതിയുള്ളൊരു സ്ഥലം കിട്ടുമോ നോക്കണം. ഇടതുവശത്താണ് വീതിയുള്ളെങ്കിൽ മാക്സിമം ലെഫ്റ്റ് എടുത്തിട്ട് തിരിച്ചോണ്ട് വരണം. അപ്പൊ വണ്ടി തിരിയും. അത് ചെയ്യാഞ്ഞോണ്ട് അവിടെ കിടന്ന് പാടുപെടേണ്ടി വന്നത്. ശരിയല്ലേ? ഇനി എന്നോട് ചെയ്യേണ്ട നേരെ മുന്നോട്ട് പോകണം. എന്നിട്ട് റിവേഴ്സ് എടുത്ത് നിങ്ങളുടെ വഴിയിലോട്ടൊന്ന് കയറി കാണിക്കണം. അപ്പൊ ഈ സൈഡിൽ കൊണ്ടുപോയി നിർത്തണം. ഒരുപാട് ചേർക്കരുത്. ഒരു മിനിമം ഗ്യാപ്പ് ഇട്ട് മുന്നിലേക്ക് അല്ലേ. ഇവിടുന്ന് അകന്ന് പോവാതെ ഒരു മിനിമം അകലം വെച്ചോണ്ട് തന്നെ അടുക്കരുത്. ഒരുപാട് മിനിമം അകലം വിട്ട് ചെല്ലടാ. അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ. ഇനി ഒന്ന് റിവേഴ്സ് എടുത്ത് ആ വഴിയിലോട്ട് കയറിക്കും. എങ്ങനെ കയറും?
കുറച്ച് പോയിട്ട് പിന്നെ തിരികെ ആ കുറച്ച് പോയിട്ടല്ല, അവിടെ നിർത്തും. ഇത് ഈ മിറർ കാണാനല്ല വെച്ചിരിക്കുന്നത്, അതേ നോക്കി തിരിച്ചു കയറ്റും അങ്ങോട്ട്. ആ മതിലേൽ ഇടിക്കരുത് വണ്ടി, അത്രേ ഉള്ളൂ. നിർത്തി തിരിക്കരുത്, ഉരുളുന്നതനുസരിച്ച് മതിലേൽ ഇടിക്കാതെ അങ്ങോട്ടേക്ക് ചേർത്ത് ആ വഴിയിലേക്ക് എത്തിക്കുക ഈ വണ്ടിയെ. ഉറങ്ങി വീഴും ഇതിപ്പോ ഈ പെണ്ണ്. തിരിഞ്ഞു നോക്കല്ലടാ പൊന്നെ, നിർത്തണം ഒരു 2 വീലർ. നിന്റെ നേരെ പുറകിലെ കാഴ്ച കാണാനായി ക്യാമറ, വണ്ടി ഉണ്ടോ ആളുണ്ടോ നോക്കാൻ. ഇത് ഇവിടെ നോക്കി സൈഡ് നോക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഈ സൈഡ് മാക്സിമം ചേർന്ന് പാടാ വണ്ടിയും കൊണ്ട്. ഇവിടെ നേരെയാവുന്നോ അവിടെ നിർത്താവുള്ളൂ വണ്ടിയെ. നിർത്തി ഇറങ്ങുന്നത് ഹാഫ് ക്ലച്ചാക്കി വെച്ചിട്ട് ബ്രേക്കിൽ ചവിട്ടി നിർത്തുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുക. ബ്രേക്ക് ചെയ്താൽ വണ്ടി നിൽക്കണം. നീ ബ്രേക്കിൽ നിന്ന് വിട്ടാൽ ഈ വണ്ടി നീങ്ങണം. വണ്ടി നേരെയായാ അപ്പൊ വീല് നേരെ നിർത്തണം. നിർത്തി വീല് നേരെ ആക്കടാ. ഇനി നേരെ ഒന്ന് പുറകോട്ട് പോയിക്കാൻ നിക്കട്ടെ. ബ്രേക്ക്. ഇപ്പൊ നീ നോക്കിക്കേ, അവിടെ നിനക്ക് ആവശ്യത്തിന് സ്ഥലമില്ലേ? ഇവിടെ നോക്കിക്കേ, കറക്റ്റ് നിന്റെ സൈഡിലല്ലേ വണ്ടി വന്നേ. അപ്പൊ റിവേഴ്സ് എടുക്കുമ്പോ എങ്ങനെയാ കൊണ്ടുവന്ന് വരേണ്ടത്? പിടികിട്ടിയാ? നീ എവിടുന്ന് വരുന്നോ അവിടെ ചേർത്ത് പിടിച്ചാലേ നിനക്ക് കറക്റ്റ് ആ വഴിയിൽ വന്ന് കേറാൻ പറ്റുള്ളൂ. നീ ഇവിടെ ചേർത്തില്ലേ എന്ത് പറ്റും? അവിടെ ഗ്യാപ്പ് ആവൂല, അവിടെ നിനക്ക് കിട്ടൂല, അവിടെ ഇടിക്കും വണ്ടി. ഓക്കെയാണ്, ഇത് മറന്നു പോരുത്. ഉറപ്പാ? റൈറ്റ് എടുത്ത് റിവേഴ്സ് എടുത്തിട്ട് വീട്ടിലേക്ക് പോകും. കാരണം എവിടെയെങ്കിലും നിനക്കൊരു പണി കിട്ടും, നീ വണ്ടി മാറ്റേണ്ടി വരും. നിനക്ക് ഇപ്പൊ നോക്കിക്കേ, സ്ട്രെയിറ്റ് ഒരു വ്യൂവിൽ എന്താ ഉള്ളത്? ഒരു മിനിമം ഗ്യാപ്പേ നിനക്കുള്ളൂ. ഒരു പോസ്റ്റാണ് മുന്നിൽ പുറകെ കാണുന്നത്, ശരിയല്ലേ? അപ്പൊ നീ പുറകോട്ട് ചെല്ലുമ്പോ തിരിഞ്ഞ് ഇതുമായിട്ട് ഒരു അകലം എടുക്കണം. ആ പോസ്റ്റുമായിട്ട് പോസ്റ്റ് നിനക്ക് ഇടിക്കില്ല എന്ന് തോന്നുന്ന ഒരു വീതി കിട്ടുമല്ലോ വണ്ടിക്ക്. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന പോസ്റ്റ് ഇതാണെ വണ്ടി ഇങ്ങനെ നിൽക്കുക, ശരിയല്ലേ? ഇങ്ങനെ ഒരു അകലം കിട്ടും നിനക്ക്. അകലം കിട്ടുമ്പോ നേരെ പോണം. ഓക്കെ, ഈ അകലം കൂടുതലാണെങ്കിൽ മാത്രം അതൊന്ന് കുറയ്ക്കണം. അപ്പോഴും അതിന്റെ നേർക്കായി പോകരുത്. അത്രേ ഉള്ളൂ. പോട്ടെ, കണ്ടാകന്ന്, ശരിയല്ലേ? ഇനി സ്ട്രെയിറ്റ് ആക്കി വെക്കണം ഇങ്ങനെ, കണ്ടാ? ഇനി ഈ അകലം കൂടുകയാണെങ്കിൽ മാത്രം വണ്ടി ഇങ്ങോട്ട് വിട്ടു കൊടുക്കാവുള്ളൂ. കൂടുന്നില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പുറം കൂടെ നോക്കിക്കോണം, ഓക്കെ ആണോ എന്ന്. പിടി കിട്ടുന്നുണ്ടോ? ഇവിടെ അകലം കൂടുതലുണ്ടെങ്കിൽ നീ ഇങ്ങനെ അടുപ്പിച്ചോണം. ഓക്കെ, ഇവിടെ അകലം കുറവാണെങ്കിൽ ഇങ്ങനെ അകത്തേക്കോണം. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തോണം. ഒന്നും ബ്രേക്ക് ചെയ്ത് നിർത്തണം. പിടി കിട്ടുന്നുണ്ടോ? കണ്ടിന്യൂസ് ആയിട്ട് റിവേഴ്സ് പോകേണ്ടി വന്നാൽ ഇങ്ങനെ നിനക്ക് പോകാൻ പറ്റുള്ളൂ. അല്ല നിനക്ക് നേരെ പുറകിൽ ഇതിനെ വിശ്വസിച്ച് നിനക്ക് പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിനക്ക് കാണാൻ പറ്റില്ല മിററിൽ. ഇതേ കണ്ട, ക്യാമറയിൽ കാണാം സ്റ്റേ കമ്പി. ഇവിടെ ഒരു കമ്പി ഉണ്ട് ഇതിങ്ങനെ, കണ്ടാ? അത് നിനക്ക് കാണാൻ പറ്റില്ല. പോസ്റ്റ് അല്ല, അവിടെ ഒരു കമ്പി ഉണ്ട്, കണ്ടാ? അത് നിനക്ക് കാണാൻ പറ്റില്ല. അതുപോലെ ചില കാര്യങ്ങൾ നിനക്ക് ഇതിനകത്ത് സെൻസ് ചെയ്യാൻ പറ്റില്ല കറക്റ്റ് ആയിട്ട്. ഹൈറ്റിലാണോ ഡൗൺ ആണോന്നൊന്നും നിനക്ക് അറിയാം. അത് മിറർ നോക്കിയാലേ നിനക്ക് അറിയാൻ പറ്റുള്ളൂ. നീ ഇതിനെ നേരെ പുറകിൽ ഒരു കാഴ്ച കാണാൻ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പാർക്കിങ്ങും എല്ലാം മിറർ നോക്കി തന്നെ ചെയ്തോണം. ചെയ്യുവോ? എന്നാ ഇവിടെ ഇട്ട് യൂട്ടേൺ എടുക്കും വണ്ടി. എങ്ങനെ എടുക്കും? എവിടെ കൊണ്ടുപോയിട്ട്? അല്ല, മാക്സിമം ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് എടുക്കണം. ഇനി മുന്നോട്ട് കയറൂടാ? കേറത്തില്ല, ഉറപ്പാണ്? എന്നാ കേറും. എങ്ങനെ അറിയാനോ മോള്? പറയടാ. ആ അതെ, കിച്ചിട്ടോട് കയറ്റി. ആ മതി, എന്നെ റിവൈസ് എടുത്തു. ഇനി എന്ത് ചെയ്യും? ഇറക്കി വിടരുത്, തിരിച്ചിട്ടേ ഇറക്കി വിടാവുള്ളൂ. പടപടാൻ തിരിയടാ, കൈ എടുത്ത് എളുപ്പം തിരിക്കണം അങ്ങോട്ട്. വാ കണ്ടിട്ട് എനിക്കറിയാൻ വയ്യ. മതിയെങ്കിൽ മതി, അപ്പൊ ബ്രേക്ക് ചെയ്ത് പിടി. ആ ചേട്ടൻ പോട്ടെ. ചേട്ടാ, എന്റെ കുഞ്ഞൊന്ന് വണ്ടി തിരിക്കാനും വന്നു.
ഉറക്കമായി ഇങ്ങനെ നോക്കിക്കൊണ്ടൊന്ന് കയറടാ. ഇങ്ങോട്ട് തിരിഞ്ഞ് കയറാൻ നോക്കാതെ നോക്കി കയറി. കയറിയാൽ മതി, ഒരു അത്യാവശ്യമില്ല. എവിടെയെങ്കിലും റോഡ് സൈഡിൽ നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്തിടുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് ഒരു പ്രസൻസ് അറിയിക്കാനായിട്ട് ഒരു ലൈറ്റ്, മുന്നിൽ ചെറിയ 2 ബൾബ് ഉണ്ടാവും, പിന്നിലെ ബ്രേക്ക് ലൈറ്റും തെളിഞ്ഞു കിടക്കും. ഓക്കെയാണ് പാർക്കിംഗ് ലൈറ്റ്, പാർക്ക് ലൈറ്റ്. ഇല്ല ഇല്ലടാ, റോഡ് സൈഡിൽ എവിടെയെങ്കിലും നമുക്ക് പാർക്ക് ചെയ്തിട്ടിട്ട് പോകുമ്പോ നമ്മുടെ വണ്ടി ഉണ്ടെന്ന് അറിയിക്കാൻ, നമ്മുടെ വണ്ടി ഉണ്ടെന്ന് അറിയിക്കാൻ. ഇല്ല, ഓഫ് ആയാലും അത് തെളിഞ്ഞു കിടക്കും. ഓക്കെയാണ്. ഒന്നുകൂടെ തിരിച്ച് ഹെഡ് ലൈറ്റ്, വണ്ടിയുടെ മെയിൻ ലൈറ്റ് ഓൺ ആയി. ഓക്കെയാണ്. ഈ ലൈറ്റിന് 2 പോയിന്റ് ഉണ്ട്, ഡിമ്മും ഉണ്ട് ബ്രൈറ്റും ഉണ്ട്. ഡിമ്മും ബ്രൈറ്റും എന്താന്ന് അറിയാവോ? അത്രേ ഉള്ളൂ. ലൈറ്റിന്റെ ഏരിയ കൂടും ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് വിഷൻ കൂടും. ഓക്കെയാണ്. ഡിം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ദൂരത്തേക്കുള്ള കാഴ്ചയാണ് കിട്ടുന്നത്. നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് ഡിമ്മാണ് വേണ്ടത്. ഓക്കെയാണ്. ലോ ബീമും ഹൈ ബീമും എന്ന് പറയുന്നത് അത് ഇതിവിടെ നോക്കി, ഇവിടെ ഒരു മാർക്കിങ്ങും ഇല്ല എങ്കിൽ അതിനർത്ഥം ഇത് ലോ ബീമിലാണെന്നാണ്. ഓക്കെ, അതായത് വേറൊരാളുടെ കണ്ണിൽ അടിക്കുന്ന രീതിയിലല്ല വെളിച്ചം ഉള്ളതെന്നാ. ഓക്കെ, ഇത് ഇവിടെ നോക്കിയ ഒരു നീല വെളിച്ചം വന്നതാണ്ട, ഇതാണ് ഹൈ ബീമിന്റെ വാണിംഗ് ലൈറ്റ്. അത് ഇതിനർത്ഥം എന്ന് വെച്ചാൽ ഇപ്പൊ കിടക്കുന്നത് ബ്രൈറ്റിലാണെന്നാ, അതായത് എതിരെ വരുന്ന ഒരാളുടെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആ ലൈറ്റ് എന്നാ. ഡിമ്മും ബ്രൈറ്റും. നിനക്ക് എവിടെയെങ്കിലും ദൂരെ കാഴ്ച ആവശ്യം ഉണ്ടെങ്കിൽ ബ്രൈറ്റിലേക്ക് മാറണം. ഓക്കെ, അതൊരു ടെമ്പററി ആണ്. അതിൽ ഓടിക്കാതിരിക്കാനാണ് ഇങ്ങനെ വാണിംഗ് വന്നിരിക്കുന്നത്. നിന്റെ ആവശ്യം കഴിഞ്ഞ ഉടനെ നീ ഡിമ്മിലേക്ക് മാറിക്കോണം, അല്ലെങ്കിൽ നിനക്ക് എതിരെ ഒരു വണ്ടി വന്നാൽ നീ ഡിമ്മിലേക്ക് മാറിക്കൊടുത്തോണം. ഓക്കെയാണോ? അവിടെ അല്ലാതെ എവിടെ പിടിച്ചാലും ആ ലിവർ ഒന്ന് അങ്ങോട്ട് പോയാൽ മതി. ഇത് കണ്ടല്ലോ. ഓക്കെ, ഓൾറെഡി നിന്റെ കൈ ഇങ്ങനെ സ്റ്റിയറിംഗിൽ ഉണ്ടാവും. ഒരു വിരൽ മതി. ഇത് കണ്ട ബ്രൈറ്റ് ഡിമ്മ്. ഓക്കെയാണോ? അത് ഓക്കെയാണോ? ആ ലൈറ്റ് ഓഫ് ചെയ്യും. അത് പാർക്ക് ലൈറ്റ്, ഓട്ടോ മോഡ് ഓഫ്. ഓക്കെയാണോ? ഇനി ആ ലിവറിനെ ഒന്ന് മേളിലേക്ക് ഇങ്ങനെ പുള്ളി ചെയ്തേ, അത് പാസ് ലൈറ്റ് എന്ന് പറയും. ആളുകൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇനി അത് പൊക്കുമ്പോൾ മാത്രം തെളിയും, വിട്ടാ കെട്ടുപോകും. പെട്ടെന്ന് പൊക്കുകയും തഴുതുകയും ചെയ്തേ, കണ്ടോ? ഫ്ലാഷ് അടിക്കുന്ന കണ്ടിട്ടില്ലേ? മതി, ഞാൻ പറഞ്ഞത് അതിന്റെ പേര് പാസിംഗ് ലൈറ്റ് എന്നാണ്. ഇപ്പൊ നമ്മളൊരാളെ ഓവർടേക്ക് ചെയ്ത് വരുന്നു, അപ്പൊ അയാളെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ആ ലൈറ്റ് പിടികിട്ടുന്നു. നമ്മളിപ്പോ ഒരാളെ കടന്നു പോവാൻ പോവാ, അപ്പൊ അയാളെന്ന് അറിയിക്കാൻ പോവാ, ഞാൻ കടന്നു വരുന്നുണ്ടെന്ന് അറിയിക്കാനായിട്ടൊരു ലൈറ്റ്. അത് രാത്രിയില്. ഇപ്പൊ പകലും അത് ആളുകൾ ഉപയോഗിക്കും. ചിലപ്പോ ഒരു ഇടുങ്ങിയ വഴി ഒരാൾ കയറി വരിക, നീയും അങ്ങോട്ട് ചെല്ലുക എന്ന് വിചാരിച്ചോ, അയാൾ ഈ പാസ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അയാൾ കയറാൻ പോവുകയാണെന്നാ. അയാൾ കയറി ഓൾറെഡി എന്നാ, വെയിറ്റ് ചെയ്യണമെന്നാ. പിടികിട്ടുന്നുണ്ടോ? ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. പാസ് ചെയ്യാൻ പോകുന്നു. ഓക്കെയാണ്. ഇതിപ്പോ ഓട്ടോ മോഡി കിടക്കുകയാണ്. ഇപ്പൊ ഓൾറെഡി ഇതിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് സൺഷെയ്ഡിനടിയിലായി വണ്ടി കിടക്കുന്നത്. ഈ വണ്ടിയുടെ താഴത്ത് ഈ സെൻസർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെൻസറിൽ ഇരുട്ടാ അടിക്കുന്നത്. അതുകൊണ്ട് ഇത് കണ്ട ബ്രൈറ്റ് ആയി, ഡിമ്മായി. കണ്ടാ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ഓൺ ആണ്. കിട്ടിയ നീ ഇതൊരു പുറത്താണ് ഇട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഹെഡ്ലൈറ്റ് ഓൺ ആവൂലായിരുന്നു. ഇതിപ്പോ ഇതിനടിയിൽ കിടക്കുന്നതുകൊണ്ടാ. അത് പാർക്ക് ലൈറ്റ്. പാർക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു വെളിച്ചം ഫ്രണ്ടിലും ഉണ്ടാവും. ഇടണോന്നല്ല, റോഡ് സൈഡിൽ ഇട്ടിട്ട് പോവുകയാണ്. തിരക്കുള്ള ഒരു റോഡാന്ന് വിചാരിച്ചു, അല്ലെ ഇരുട്ടാണ് അവിടെ, നിന്റെ വണ്ടി ഉണ്ടെന്ന് തിരിച്ചറിയണ്ടേ മറ്റുള്ളവർക്ക്. അതിന് വേണ്ടിയിട്ട് അത് എല്ലായിടത്തും ഇടണമെന്നൊന്നുമല്ല. ആളൊഴിഞ്ഞ പറമ്പിലിട്ടേച്ച് പോണതിന് പാർക്ക് ലൈറ്റ് ഇടണമെന്നൊന്നുമില്ല. റോഡ് സൈഡിൽ ഇട്ടിട്ട് പോകുമ്പോ നിന്റെ സേഫ്റ്റിക്ക് അത്, നിന്റെ വണ്ടി ഉണ്ട് അത് സൂക്ഷിച്ച് വന്നോണോന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിട്ടാ അത് ലൈറ്റ് ഓഫ് ചെയ്ത്. ഓക്കെ, ഇത് ഫോഗ് ലാമ്പിന്റെ ഇത് ഫോഗ് ലാമ്പ് എന്ന് പറഞ്ഞാൽ ബമ്പറിന് അടിയിൽ ഒരു ബൾബില്ലേ വട്ടത്തില്, അത് ഓണാക്കാൻ വേണ്ടിട്ടുള്ള ലൈറ്റാ. ഓണാക്കാനും ഓഫ് ആക്കാനും ഉള്ളതാണ്. അത് നമുക്ക് ഇതുപോലെ ഈ മൂടൽ മഞ്ഞ അങ്ങനെയുള്ള അടുത്തൂടെ പോകുമ്പോഴല്ലേ കൂടുതൽ വെളിച്ചം വേണ്ടി വരുമ്പോഴാ വല്ല ഓണാക്കേണ്ടിട്ടാ.
ഓക്കെ. ബൈ ഡിഫോൾട്ട് ആയിട്ട് അത് പാർക്ക് ലൈറ്റ് ഓൺ ആകുമ്പോൾ അതും കൂടെ തെളിയും. അത് നിനക്ക് ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കാം. ഇത് അവിടെ നോക്കിയാൽ വെട്ടം വരുന്ന കണ്ട. ഇത് എന്ന് വെച്ചാൽ എപ്പോൾ നീ പാർക്ക് ലൈറ്റ് ഇട്ടാലും ആ ഫോഗ് ലാമ്പ് ഓൺ ആവുന്നുണ്ട്. അത് നിനക്ക് ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കാം. കണ്ട, അത്ര ആ വെളിച്ചത്തിന്റെ ആവശ്യം നിനക്ക് ഇല്ലെങ്കിൽ ഓഫ് ചെയ്യാനാകും. ഓക്കെ, അത് ഓഫ് ചെയ്ത് പോയി. ലൈറ്റും ഉറപ്പിച്ച ഇതിന് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഹെഡ് ലൈറ്റ്, അതിന്റെ ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്ററുകൾ, പാർക്ക് ലൈറ്റ്, ഫോഗ് ലാമ്പ്, അത്ര സാധനം ഇതിനകത്തുണ്ട്. ഇനി ഇവിടെ വൈപ്പർ. ഓക്കെ, ഇങ്ങനെ പുള്ളി ചെയ്ത് നോക്കിയാ ഞാൻ പിടിച്ചോ. ഇനി വിടും. അത് വാഷർ എന്ന് പറയും. അതായത് ഗ്ലാസ് കഴുകാനുള്ള വെള്ളം വരും. അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ, വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓഫ് ആയിക്കോളും തന്നെ. ഓക്കെയാണ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് മിസ്റ്റ് എന്ന്. ഒന്ന് അങ്ങോട്ടാക്കി നോക്കി, എന്നിട്ട് വിട്ടെ. വൺസ് മാത്രം അത് വൈപ്പ് ചെയ്തിട്ട് ഓഫ് ആവും. ഓക്കെയാണ്. അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന ഓഫ്, അതായത് മിസ്റ്റിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അത് ഓഫിലായിക്കോളും. ഇനി അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന INT എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്റർവെൽ എന്ന് അതിന് പറയുന്നത്. ഒന്ന് വൈപ്പ് ചെയ്തു എന്നിട്ട് ഓഫ് ആകും. 5 സെക്കൻഡ് കഴിയുമ്പോൾ അത് വീണ്ടും ഓൺ ആവും. അല്ല, ഓഫ് ആകും. അത് അങ്ങനെ 5 സെക്കൻഡ് ഇന്റർവെൽ ഇട്ട് വർക്ക് ചെയ്യും. ഓഫ് ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പൊ ഓഫ്. ഓക്കെയാണ്. ഇനി അതിന്റെ താഴെ കൊണ്ടുപോവാം. പതുക്കെ കൊണ്ടുപോവാം. അതിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ വൈപ്പർ ഇവിടെ ഉണ്ടാവും. ലോ ഗിയർ ഗിയർ ഗിയർ. ഓക്കെ, പോട്ടെ. ഇനി അടുത്തത് കേട്ടോ, ഇതൊരു ഫ്രീ റോഡ് ആയതുകൊണ്ടാണ് എന്റെ കുഞ്ഞിന് ഇങ്ങനെ യൂട്ടേൺ എടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ആളുകൾ നമ്മളെ തെറി വിളിച്ച് കൊല്ലും. ശരിയാണല്ലോ. നേരത്തെ സൈഡ് പിടിച്ചോണം. ഇങ്ങോട്ട് ഇത്തിരി അകന്നിട്ട് തിരിയടാ. ഇനി തിരിക്കും, മൊത്തം തിരിച്ചു. എളുപ്പം ഫുള്ള്. കാരണം എന്തിനാ നിന്നെ കൊണ്ട് അകത്തിച്ചെന്ന് മനസ്സിലായ. ഇവിടെ ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു. കിട്ടിയാ? നേരെ ആക്കിയോ. നമ്മൾ ആ അകലം എടുത്തില്ലായിരുന്നെങ്കിൽ ഈ കാറിന്റെ അവിടെ വന്ന് സ്റ്റക്കായിട്ട് ഒന്ന് റിവേഴ്സ് എടുക്കേണ്ടി വന്നേനെ. ഞാൻ പറഞ്ഞു കേട്ടിട്ട് മാറരുത്. വണ്ടിക്കൊന്ന് ത്രോട്ടിൽ കൊടുക്കും. അപ്പൊ വണ്ടിയുടെ ഒച്ച മാറും. ഓക്കെ, അപ്പൊ അടുത്ത ഗിയറിലോട്ട് ചേഞ്ച് ചെയ്തോണം. കമോൺ. ഓക്കെ, പോട്ടെ. ഈ ഫസ്റ്റിന്ന് സെക്കൻഡിലേക്ക് മാറാനായിട്ട് ഒരുപാട് സമയം കളയരുത് കേട്ടാ. പോട്ടോ. ഇത് മോള് പോകേണ്ട ട്രാക്ക് ഏതാ? ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ഫ്രീ റോഡാ. നീ റൈറ്റിൽ കൂടെ പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതേ യൂട്ടേൺ എടുത്ത് തിരിച്ചു വരാം. അപ്പൊ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇൻഡിക്കേറ്റർ, പിന്നെ വേറെന്തോ ചെയ്യണം? വണ്ടിയുടെ വേഗത ഒന്ന് കുറഞ്ഞിട്ടേ ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. തിരിച്ചു. അവിടെ ഓക്കെ ആണെങ്കിൽ മുഴുവൻ തിരിച്ചിറങ്ങിക്കോ. എന്നിട്ട് നോക്കിയോ, ഈ വണ്ടി എവിടെ കിട്ടുന്നോ അവിടുന്ന് ലെവൽ ചെയ്ത് പൊയ്ക്കോണേ. ഓക്കെ, പോട്ടെ.